തൃപ്പൂണിത്തുറ ഗ്ലോബൽ സ്കൂളിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ കമ്മീഷണർ ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. സിജോ വി ജോൺ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, മിഹിറിന്റെ ആത്മഹത്യ വളരെയധികം ചർച്ചയാവുകയാണ്. ഏറ്റവും ഒടുവിൽ സ്കൂളിന്റെ ഒരു വാർത്താക്കുറിപ്പൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണോ KSUവിന്റെ പ്രതിഷേധം? നിലവിൽ അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? റാഗിങ്ങിനെ തുടർന്നാണ് മിഹിർ ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. ഇതിൽ പോലീസ് അന്വേഷണം നടക്കുകയാണ്. ഇന്നലെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് മനഃപൂർവ്വമല്ലാത്ത ഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരുന്നത്. പക്ഷേ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് പോകുന്നില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് KSU പ്രവർത്തകർ മാർച്ച് നടത്തിയത്. കമ്മീഷണർ ഓഫീസിലേക്കായിരുന്നു മാർച്ച്. ഈ മാർച്ച് ടെലിഫോൺ എക്സ്ചേഞ്ച് സമീപത്ത് വെച്ച് പോലീസ് തടയുകയും ചെയ്തിരുന്നു. 3 തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറായില്ല. അതിനെ തുടർന്നാണ് പോലീസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഏറെ നേരം ഇവിടെ ഗതാഗത തടസ്സമുണ്ടായിരുന്നു. റോഡ് മാർച്ച് വരുന്ന പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഗതാഗതം സുഗമമായി മുന്നോട്ട് പോകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പ്രവർത്തകരെ പൂർണ്ണമായും ഇവിടുന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പ്രവർത്തകർ പറയുന്നത് ഈ ഇത്തരത്തിലൊരു പരാതി വന്നു, അതിനുശേഷം ഇത്രയും ദിവസങ്ങളായിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല. അന്വേഷണം നടക്കുന്നുവെന്ന് പറയുമെങ്കിൽ പോലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുന്നില്ല എന്നാണ് പറയുന്നത്. മന്ത്രി P. രാജീവ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ സ്കൂളിനെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു നിലപാടാണ് സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ മന്ത്രിയുടെയും ഭാഗത്തുനിന്ന് ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ അന്വേഷണം കാര്യക്ഷമമായി നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KSU പ്രവർത്തകർ പ്രതിഷേധമായി രംഗത്തെത്തിയിരിക്കുന്നത്.